ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. 3-4 ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൂജ ഹോളിഡേയ്സിൻ്റെ മുടക്കായപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. ഒരു ദിവസം പിള്ളേരുടെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ തിരിച്ചു പോകാനൊക്കെ ആയി. നാളെ രാവിലെ തിരിച്ചു പോവും. അപ്പോൾ ഇന്ന് വൈകിട്ട് വെച്ചിട്ടുള്ള 2-3 വിഭവങ്ങൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, നേന്ത്രപ്പഴം. പിന്നെ രാത്രിയിലേക്ക് ഇതാ ഗ്രീൻ ബീൻസ് ചെറുതാക്കിയിട്ട് ചാറ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടിയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് കാണാൻ അത്ര ലുക്കൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അമ്മച്ചി ഉണ്ടാക്കിയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വലിയ ചെമ്മീൻ അമ്മച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മച്ചി നന്നാക്കി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇതേപോലെ അങ്ങ് റോസ്റ്റാക്കി എടുത്തു. അമ്മച്ചി മാത്രമല്ല, ചേച്ചി അമ്മച്ചിയും കൂടിയാണ് കേട്ടോ ചെമ്മീൻ നന്നാക്കിയതൊക്കെ. എന്നിട്ട് അമ്മച്ചിയുടേതായിട്ടുള്ള ഐഡിയയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ അമ്മ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആഹാ, എന്താല്ലേ, കാണാൻ തന്നെ നല്ല ലുക്കല്ലേ. അപ്പോൾ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അമ്മച്ചി നല്ല ഭംഗിയിൽ സെറ്റാക്കി വെച്ച സംഭവമാണ്. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി തോണ്ടി കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും പഴയ പോലെ അങ്ങോട്ട് വെച്ചിട്ട് ശരിക്ക് സെറ്റാക്കി വെച്ച് അടച്ചു വെച്ചു. പിന്നെ ചോറുണ്ട്, പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ വെള്ളമുണ്ട്. അത്രയ്ക്ക് തന്നെയുള്ളൂ അമ്മച്ചിയുടെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട്. പിന്നെ ഒരു കുഞ്ഞു ഉപ്പ് ഭരണി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഉപ്പ് ഭരണിയാണ് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പം ജസ്റ്റ് അതിനെയും കൂടി ഒന്ന് എന്താ പറയുക, ഒന്ന് ഫേമസ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത്ര തന്നെ, കാണാൻ നല്ല രസമല്ലേ. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല കുഞ്ഞു ഉപ്പ് ഭരണി. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരെയും നേരത്തെ എഴുന്നേൽപ്പിച്ചു. കാരണം 9:30 ആകുമ്പോൾ ചേച്ചിക്ക് പോകണം. അപ്പോൾ ഓട്ടോ വരും. അപ്പോൾ ചേച്ചിയും പോവാണ്. ചേച്ചിക്ക് പിള്ളേർക്കൊക്കെ 10 ദിവസത്തെ വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ വന്ന നിലയ്ക്ക് അവരുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പോകേണ്ട സമയമൊക്കെ ആയി. അങ്ങനെ പിള്ളേരെല്ലാവരും ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉപ്പുമാവാണ്. ആർക്കും ഉപ്പുമാവിൻ്റെ കൂടെ കറി വേണ്ട. അമ്മ ഇന്ന് ഉപ്പുമാവിൻ്റെ കൂടെ കടലക്കറി വെച്ചിട്ടുണ്ട്. പിള്ളേരാരും തൊടില്ല. എല്ലാവർക്കും കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുത്തു. അല്ലാണ്ട് ഒരൊറ്റെണ്ണം കഴിക്കുന്നില്ല. അങ്ങനെ അവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ കൊണ്ടെത്തിയതാണ്. അവിടെ അവരുടെ കുറച്ച് വികൃതികളൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ അമ്മച്ചി അവിടെ തൂണും ചാരി നിൽപ്പുണ്ട്. ഇതേപോലെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വീഡിയോകളിൽ അമ്മ പെടാറുണ്ട്. ചിലപ്പോൾ ഞാൻ പെടുത്താം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. പിള്ളേരെല്ലാവരും പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഏഞ്ചലിക്കുട്ടി, അവൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. പോണ സമയത്ത് അവൾക്ക് ഭയങ്കര വിഷമമാണ്. വരുമ്പോൾ വരണ്ട എന്നൊക്കെ പറയും. പക്ഷെ പോകേണ്ട സമയത്താവുമ്പോൾ പോണ്ട എന്ന് പറയും. അങ്ങനെയാണോ നിങ്ങളുടെ പിള്ളേരെല്ലാവരും? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ വണ്ടി വന്നു, പുറപ്പെടുകയാണ്. ഞങ്ങളും കൂടി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് തൃശ്ശൂർ പോകേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുന്നത്തങ്ങാടി വിശേഷങ്ങൾ. അപ്പോൾ ഇനി ചേച്ചിയായിട്ട് വരുന്ന അടുത്ത വരവിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.